ഹായ്, ഞാൻ റിയാസ് കിൽഡൻ, യുണൈറ്റഡ് PRO അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ്. PRO, ടൈപ്പിസ്റ്റ്, അതുപോലെ ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ്, ബിസിനസ് സെറ്റപ്പ് തുടങ്ങിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു ഓർഗനൈസേഷനാണ് ഞങ്ങളുടെ. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് ഞങ്ങളൊരു മാധ്യമ സുഹൃത്ത് അദ്ദേഹം നല്ല ഉദ്ദേശത്തോടു കൂടി പുറത്തിറക്കിയ ഒരു വീഡിയോ അത് ഈ അടുത്ത കാലത്ത് വൈറലാവുകയും ആ വീഡിയോയിൽ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ആളുകൾ നമ്മളെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്തുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. മറ്റൊന്നുമല്ല, 3000 ദിർഹംസ്, വെറും 3000 ദിർഹംസിന് ദുബായില് ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു ആ വീഡിയോയിലുള്ള മെസ്സേജ്. സത്യത്തില് ഈ ഇൻസ്റ്റന്റ് ലൈസൻസ് എന്ന് ആ വീഡിയോയിൽ പറയുന്ന ആ ലൈസൻസ് നമുക്ക് 3000 ദിർഹംസ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. എന്താണ് ഇൻസ്റ്റന്റ് ലൈസൻസ്? ഞാനൊന്ന് വിശദീകരിക്കാം. നമ്മൾ ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ ഒരു ഫിസിക്കൽ പ്രിമൈസസ്, ഒരു ഓഫീസ് അല്ലെങ്കിൽ വെയർ ഹൌസ്, അതല്ലെങ്കിൽ ഷോപ്പ്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അഡ്രസ് ആവശ്യമായിരുന്നു. ആ അഡ്രസ്സിന് പകരം ദുബായ് മുനിസിപ്പാലിറ്റി തന്നെ നമുക്കൊരു വിർച്വൽ അഡ്രസ് ലഭ്യമാക്കിക്കൊണ്ട് ദുബായ് മുനിസിപ്പാലിറ്റി എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് യോജിച്ചുകൊണ്ട് പുറത്തിറക്കുന്ന ലൈസൻസാണ് ഇൻസ്റ്റന്റ് ലൈസൻസ്. ഈ ഇൻസ്റ്റന്റ് ലൈസൻസിൽ നമുക്ക് ആ ഇൻസ്റ്റന്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്നത് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഡോർ നമ്പർ അഡ്രസ് ആയിരിക്കും ലൈസൻസിൽ ഉണ്ടാവുക. ആ ട്രേഡ് ലൈസൻസ് ലഭ്യമാക്കാൻ ഒരിക്കലും 3000 ദിർഹംസ് കൊണ്ട് നമുക്ക് ലഭിക്കില്ല. അതേസമയം നോർമൽ ലൈസൻസ് ഫീസ് വരുന്ന അതേ കോസ്റ്റ് തന്നെ ആ ലൈസൻസിന് വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി വ്യത്യാസം എന്ന് പറയുന്നത് ഈ വിർച്വൽ അഡ്രസ്സിന് വേണ്ടി ദുബായ് മുനിസിപ്പാലിറ്റി ചാർജ് ചെയ്യുന്ന ഫീസാണ് 3000 ദിർഹംസ്. അത് ദുബായ് മുനിസിപ്പാലിറ്റി മാർക്കറ്റ് ഫീ ആയിട്ട് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ആ പേയ്മെന്റ് അടയ്ക്കേണ്ടത്. നിങ്ങൾക്കിവിടെ ഒരു ഇൻസ്റ്റന്റ് പേയ്മെന്റ് വൗച്ചറിന്റെ മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്. ഈ പേയ്മെന്റ് വൗച്ചറിൽ സാധാരണ വരുന്ന ട്രേഡ് ലൈസൻസ് ഫീസിന്റെ കൂടെ തന്നെ ഒരു 3000 ദിർഹംസ് നിങ്ങൾക്ക് മാർക്കറ്റ് ഫീ എന്ന് കാണാൻ സാധിക്കും. ആ മാർക്കറ്റ് ഫീ ഉദ്ദേശിച്ചായിരിക്കണം അദ്ദേഹം അത്തരത്തിലൊരു 3000നെ കുറിച്ച് പറഞ്ഞത്. ആക്ച്വലി ഇറ്റ്സ് കൺസിഡേർഡ് ആസ് പാർട്ട് ഓഫ് പേയ്മെന്റ് വൗച്ചർ, നോട്ട് ദ ടോട്ടൽ എമൗണ്ട്. ഇത്തരത്തിൽ ദുബായിൽ ഇഷ്യൂ ചെയ്ത ഒരു ട്രേഡ് ലൈസൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഈ ട്രേഡ് ലൈസൻസിൽ നിങ്ങൾ അഡ്രസ് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അഡ്രസ്സാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതൊരു വിർച്വൽ അഡ്രസ്സാണ്. ആ അഡ്രസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ആ അഡ്രസ് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇമിഗ്രേഷൻ കാർഡ് ഉണ്ടാക്കാനായി സാധിക്കും, ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ പാർട്ട്ണർ വിസ നമുക്ക് അനുവദനീയമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി മിനിസ്ട്രി ഓഫ് ലേബറിൽ നിന്നുള്ള വിസകൾ, നമ്മുടെ എംപ്ലോയ്മെന്റ് വിസകൾക്കുള്ള ഒരു ക്ലാരിറ്റി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അത് ഏതെങ്കിലും ദിവസങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ആ ട്രേഡ് ലൈസൻസ്, ഇത്തരം ട്രേഡ് ലൈസൻസിൽ മിനിസ്ട്രി ഓഫ് ലേബറിൽ നിന്ന് വിസ കൂടി ലഭ്യമാകും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിലെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ മെമ്മറാണ്ടം ഉണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി നോട്ടറി പബ്ലിക്കിൽ പോയി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഇത്തരത്തിലുണ്ടാക്കുന്ന മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ കൂടാതെ ആർക്കെങ്കിലും നോട്ടറി പബ്ലിക്കിൽ പോയി സ്പെഷ്യൽ ആർട്ടിക്കിൾസ് വെച്ചുകൊണ്ട് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കണമെങ്കിൽ അതും ലഭ്യമാണ്. മറ്റൊരു പ്രത്യേകത, ഇൻസ്റ്റന്റ് ലൈസൻസ് ഉണ്ടാക്കാനായി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. അത് ട്രേഡ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അതാണ് ഇൻസ്റ്റന്റ് ലൈസൻസ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. മറ്റൊരു പ്രധാന കാര്യം, ഇൻസ്റ്റന്റ് ലൈസൻസ് എല്ലാ ആക്ടിവിറ്റികൾക്കും നമുക്ക് ലഭ്യമല്ല. ഉദാഹരണത്തിന് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ എക്സ്റ്റേണൽ അപ്രൂവൽ ആവശ്യമുള്ള ഒരു കോൺട്രാക്ടിംഗ് ലൈസൻസ് നമുക്ക് ഇത്തരത്തിൽ ലഭിക്കില്ല. അതുപോലെ KSDയുടെ പെർമിഷൻ ആവശ്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് ഇത്തരത്തിൽ ലഭിക്കില്ല. അതുപോലെ ദുബായ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ പെർമിഷന് ആവശ്യമുള്ള എക്സ്റ്റേണൽ അപ്രൂവൽ ആവശ്യമുള്ള കൺസൾട്ടൻസീസ് നമുക്ക് ലഭിക്കില്ല. DHA പെർമിഷൻ ആവശ്യമുള്ള ഫാർമസി പോലുള്ള സ്ഥാപനങ്ങളോ മറ്റ് സ്ഥാപനങ്ങളോ നമുക്ക് ലഭിക്കില്ല. അതുപോലെ സിവിൽ കമ്പനി, ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉള്ള സിവിൽ കമ്പനി ഫോർമേഷൻ നമുക്ക് ഇൻസ്റ്റന്റിൽ ലഭിക്കില്ല. LLC, സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ നമുക്ക് ലഭ്യമാണ്. എന്നിരുന്നാൽ കൂടി ഇവിടെ സാധാരണ ലൈസൻസ് ഉണ്ടാക്കുന്ന നോർമലായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്ന ലൈസൻസുകൾ, ഭൂരിഭാഗം ലൈസൻസുകളും നമുക്ക് കൊടുക്കാനായി സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള പ്രധാന കാരണം, ഒരു രജിസ്ട്രേഡ് ഓർഗനൈസേഷൻ, ഒരു PRO ടൈപ്പിസ്റ്റ് മേഖലയിലുള്ള ആളുകളുടെ ഞങ്ങളുടെ ഉത്തരവാദിത്തമായി കാണുന്നു. അത് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വരുത്തണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിന് മുൻപിറക്കിയ വീഡിയോയിലുള്ള ആളുകളുടെ എല്ലാ ബഹുമാനം നിലനിർത്തുന്നു. അദ്ദേഹം ഞങ്ങളൊരു വേണ്ടപ്പെട്ട സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞതിലുള്ള ചില ക്ലാരിറ്റികൾ മാത്രമാണ്, അതിൽ പറഞ്ഞ പല കാര്യങ്ങളും വാസ്തവം തന്നെയായിരുന്നു. ചില ക്ലാരിറ്റികൾ മാത്രമാണ് നമ്മൾ വരുത്തിക്കുന്നത്. ഒരിക്കലും നന്ദി എല്ലാവർക്കും.